നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടിശ്ശേരി ഡാം കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 3 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ദീപിക മലയാള ഭാഷയുടെ അക്ഷര സാഫല്യമെന്ന് മൂവാറ്റുപുഴ ബിഷപ്പ് മാർ തെയോഡോഷ്യസ്. ദീപിക 139ാമത് വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KP തോമസ് ഇടുക്കി ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം മാർച്ച് 3 നാടിന് സമർപ്പിക്കും. കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. അന്തർദേശീയ നീന്തൽ താരം ബേബി വർഗീസിന് സ്വീകരണം നൽകുകയും അർജുൻ ബാബുവിനെ ആദരിക്കുകയും ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പട്ടിശ്ശേരി ഡാം കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. A. രാജ MLA അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ പ്രോജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ K. ബാലശങ്കർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ രാജ്, കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യരാജൻ, കാന്തല്ലൂർ പഞ്ചായത്ത് മെമ്പർ ബാലമുരുകൻ, തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ സുജ ഗ്രേസൻ, രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കാന്തല്ലൂർ മേഖലയിലെ കാർഷിക വിപ്ലവത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണ് പട്ടിശ്ശേരി ഡാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഈ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേനൽക്കാലത്ത് കുടിവെള്ള ലഭ്യതയും കൃഷിക്കാവശ്യമായ ജലവും ഉറപ്പുവരുത്തുമെന്നും കർഷകരുടെ വിയർപ്പിന് നൽകുന്ന ആദരവാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിന് ഊർജിത പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോവർ ചട്ടം മൂന്നാർ എന്ന പുതിയ ഡാമിന് ഉടൻ ഭരണാനുമതി ലഭ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 60.35 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടത്. 140 മീറ്റർ നീളത്തിലും 33 മീറ്റർ ഹൈറ്റിലുമുള്ള ഈ ഡാം ഇടുക്കി ഡാമിൻ്റെ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തി ആ നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് പൂർത്തിയാകുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, കാർഷിക മേഖലയ്ക്ക് സഹായകരമാകുന്ന ഒരു കാർഷിക വിപ്ലവം തന്നെയാണ് രൂപപ്പെടാനായിട്ട് സാധിക്കുന്നത്. നൂറുകണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് സുഗമമായി വെള്ളമെത്തുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റം. അതോടൊപ്പം തന്നെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക. കാന്തല്ലൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തുന്നതിന് വേണ്ടിയുള്ള ജലജീവൻ പദ്ധതിയുടെ സോഴ്സും കൂടിയായി ഇത് മാറുകയാണ്. അപ്പോൾ നാടിൻ്റെ കാർഷിക മേഖലയുടെ ഉണർവിനും ശുദ്ധജല ലഭ്യതയ്ക്കും അനിതരസാധാരണമായിട്ടുള്ള ടൂറിസം വികസന രംഗത്തെ മാറ്റത്തിനും വഴിതെളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമുക്കിതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ എത്താനും ഇതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിലും ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷനുമായും ഡാം സേഫ്റ്റിയുമായിട്ടുള്ള നടപടികൾക്ക് ഏതൊക്കെ വിധത്തിലാണോ മുന്നോട്ട് പോകേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. കാന്തല്ലൂരിൻ്റെ പ്രത്യേകിച്ച് പച്ചക്കറി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഉൽപ്പാദക രംഗത്തെ ഒരു ശ്രദ്ധേയമായ നാടായി ഇത് മാറുമ്പോൾ അനുഗ്രഹകരമാകുന്ന ഒന്നാണ് നല്ല ജലസേചനത്തിനുള്ള സൗകര്യം ഒരുക്കുക. അതിന് ഈ ഡാം ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി തീരും. ലോവർ ചട്ടം മൂന്നാർ എന്ന പുതിയ ഡാം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇതിനോട് അനുബന്ധമായി തന്നെ നടന്നു വരികയാണ്. അതും ഈ കാലയളവിൽ തന്നെ ഭരണാനുമതി കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പട്ടിശ്ശേരി ഡാം പരിസരത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ A. രാജ MLA അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ പ്രോജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ K. ബാലശങ്കർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പദ്ധതി നിർമ്മാണത്തിൽ ഇടുക്കിയുടെ ദുർഘടമായ ഭൂപ്രകൃതിയും
നിർമ്മാണ ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന അപ്രതീക്ഷിതമായ സാങ്കേതിക തടസ്സങ്ങളും വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും തടസ്സങ്ങളെ അതിജീവിച്ച് പണികൾ പൂർത്തിയാക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ രാജ്, കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യരാജൻ, കാന്തല്ലൂർ പഞ്ചായത്ത് മെമ്പർ ബാലമുരുകൻ, തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ സുജ ഗ്രേസൺ, ജലസേചന ഭരണ ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ്, മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയർ ബിജോയ് കെ, വകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 3 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ പൂർത്തീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഇടുക്കി നിവാസികൾക്കും ലൈസൻസ് ടെസ്റ്റിനായി കാത്തിരിക്കുന്ന ഡ്രൈവിംഗ് പഠിതാക്കൾക്കും ഏറെ പ്രയോജനപ്രദമാണ്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി നിർവഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഗ്രൗണ്ട് ശരിയാക്കി തരുന്നുണ്ട്. ആ ഗ്രൗണ്ട് ശരിയായ ഉടൻ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടൻ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ടെസ്റ്റ് മുഴുവൻ ആ ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നതായിരിക്കും. ആ ഗ്രൗണ്ട് മറ്റൊരു ആവശ്യം കൂടി ഉപയോഗിക്കും. അത് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനാണ്. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ ഇപ്പോൾ നമുക്ക് ലാൻഡ് ഉണ്ട്, നമ്മുടെ കയ്യിൽ വാഹനങ്ങളുമുണ്ട്. പക്ഷെ തുടങ്ങാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ പറയുന്ന ക്ലാസ് മുറി ആവശ്യമാണ്. ഈ പരിശീലനം, തിയറി ക്ലാസ്സുകൾ പഠിപ്പിക്കാനുള്ള പരിശീലനത്തിലുള്ള ക്ലാസ് മുറി വേണം. എങ്കിൽ മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് KSRTC ഇക്കാര്യത്തിൽ അംഗീകാരം കൊടുക്കാൻ കഴിയും. അപ്പം മന്ത്രി തന്നെ വാക്ക് തന്നിട്ടുണ്ട്, അദ്ദേഹം തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടുകൂടി KSRTC ഡ്രൈവിംഗ് സ്കൂൾ 31 ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇപ്പോൾ KSRTC നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. അതിൽ 32ാമത്തെ ഡ്രൈവിംഗ് സ്കൂളായി ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ മണ്ഡലത്തിൽ തന്നെ നമ്മൾ അനുവദിക്കും. ചെറുതോണിയിൽ തന്നെയാണ് അദ്ദേഹം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ചെറുതോണിയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ജില്ലാ ആസ്ഥാനത്ത് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യവും. അതുപോലെ ഇടുക്കി RTO PM ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജോയിന്റ് RTO PS സമീർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൽദോ വർഗീസ്, മുരളീധരൻ പിള്ള, നിബു ജോൺ, PA സമീർ, ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി KJ മാണി, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്മിണി ജോസ്, തോമസ് CT, അനിൽ KK എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദീപിക മലയാള ഭാഷയുടെ അക്ഷര സാഫല്യമെന്ന് മൂവാറ്റുപുഴ ബിഷപ്പ് മാർ തെയോഡോഷ്യസ്. ദീപിക 139ാമത് വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഓഫീസ് വെഞ്ചരിപ്പ് നിർവഹിച്ചു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA, രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. KP തോമസ് ഇടുക്കി ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം മാർച്ച് 3-ന് നാടിന് സമർപ്പിച്ചു. കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. MM മണി MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. മലയാള ഭാഷയ്ക്ക് അക്ഷരസാഫല്യം പകർന്ന ദീപിക സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ദിനപത്രമാണെന്ന് മൂവാറ്റുപുഴ ബിഷപ്പ് യൂഹാനോൻ മാർ തെയോഡോഷ്യസ് പറഞ്ഞു. എക്കാലവും കേരള സമൂഹത്തിന്റെ നന്മയ്ക്കായി നിലകൊണ്ട ദിനപത്രമാണ് ദീപികയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപിക 139ാമത് വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതൊക്കെ പേര് ദീപികയെ വിളിക്കണമെന്ന് ചോദിച്ചാൽ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. മൂല്യങ്ങളുടെ കലവറയെന്ന് വേണേ വിളിക്കാം, സഭയുടെ ജിഹ്വ എന്ന് വേണേ വിളിക്കാം, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് വേണേ വിളിക്കാം. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ദീപികയുടെ മുഖപ്രസംഗങ്ങൾ മനസ്സിരുത്തി നമ്മൾ വായിക്കുമ്പോൾ അത് നൽകുന്ന മൂല്യബോധം ഒരുപക്ഷെ പറഞ്ഞറിയിക്കാനാകില്ല. അത് എത്ര പേരത് വായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദീപികയ്ക്ക് അന്നും ഇന്നും ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. ഈ കേരള സമൂഹത്തിന്റെ നന്മ. അതിന് പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഒരു സാക്ഷ്യം എന്ന രീതിയിൽ പറയണമെങ്കിൽ എല്ലാ ദിവസവും
ഞാൻ ആദ്യം വായിക്കുന്ന പത്രം ദീപികയാണ്. ഇത് വായിച്ചാൽ ഒരു ഗുണമുണ്ട്, മറ്റ് പത്രങ്ങൾ വെറുതെ മറിച്ചു പോയാൽ മതി. നമുക്ക് കിട്ടാനുള്ളതെല്ലാം സഭയുടെ കാര്യം, ലോകത്തിന്റെ കാര്യം, മറ്റ് ന്യൂസുകളൊക്കെ ഇതിനകത്ത് കൃത്യതയിൽ കിടപ്പുണ്ട്. മറ്റു ചില ശക്തികൾ ഇതിനെതിരെ പ്രവർത്തിച്ച് ഇതിനെ താഴേക്കിടാൻ നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ആദ്യം ഇത് മറിച്ച് മുന്നോട്ട് പോയാൽ മറ്റ് പത്രങ്ങൾക്ക് അത്രയും സമയം കൊടുക്കേണ്ടി വരില്ല. 3-4 പത്രം വായിക്കാൻ ഞാൻ പരിശ്രമിക്കും. 2, എനിക്ക് ദീപികയുമായിട്ട് മറ്റൊരു ആത്മബന്ധം കൂടിയുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ 2010 മുതൽ 14 വരെ ദീപികയുടെ സർക്കുലേഷൻ മാനേജറായിരുന്നു. സാധാരണക്കാരുടെ ആവലാതികളും ആവശ്യങ്ങളും അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിലെത്തിക്കുന്നതിൽ ദീപിക പുലർത്തുന്ന തീക്ഷ്ണത മാധ്യമ ലോകത്തിന് മാതൃകയാണ്. സഭയുടെ ജിഹ്വ എന്നതിനപ്പുറം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും മൂല്യങ്ങളെ മുഖമായും വളരാൻ ദീപികയ്ക്ക് സാധിച്ചു. കാർഷിക മേഖലയുടെ ഉണർവിന് കേരളം ദീപികയോടും കടപ്പെട്ടിരിക്കുന്നു. വന്യമൃഗശല്യം ഉൾപ്പെടെ മലയോര കർഷകരുടെ പ്രശ്നങ്ങളും ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളും അധികാരികൾക്ക് മുന്നിൽ ആർജവത്തോടെ ശക്തമായി വിളിച്ചു പറയാൻ ദീപികയ്ക്ക് സാധിച്ചു. ആലുവ മൂന്നാർ രാജപാതയ്ക്കായി ദീപിക നടത്തിയ മാധ്യമ ഇടപെടലുകളും മുഖപ്രസംഗവുമെല്ലാം മലയോര ജനതയ്ക്ക് വലിയ കരുത്തായി. മൂവാറ്റുപുഴ കേന്ദ്രമായി ജില്ല രൂപീകരിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലും ക്രിയാത്മകമായി ഇടപെടാൻ ദീപികയ്ക്ക് സാധിക്കുമെന്നും മാർ തെയോഡോഷ്യസ് പറഞ്ഞു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഓഫീസ് വെഞ്ചരിപ്പ് നിർവഹിച്ചു. ദീപികയിലൂടെ അനേകര് സത്യം അറിയുവാനും സത്യത്തിനോട് നിലകൊള്ളുവാനും നീതിയോടെ പ്രവർത്തിക്കുവാനും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലൊക്കെ ഏറെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുവാനും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദീപികയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം. നമ്മോടൊപ്പം ദീപിക ഉണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസ്റ്റർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര സമർപ്പണം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ദീപികയുടെ ലിറ്റററി ആൻഡ് സോഷ്യൽ എക്സലൻസ് അവാർഡ് KP കുര്യാക്കോസും ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് സോഷ്യൽ മിഷണറി അവാർഡ് വിൻസെന്റ് ജോസഫും ലെഗസി ഓഫ് ലോയൽറ്റി അവാർഡ് ജോയി നടുക്കുടിയും ഏറ്റുവാങ്ങി. കളർ ഇന്ത്യ ജില്ലാതല വിജയികൾക്കുള്ള സമ്മാന വിതരണം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രസംഗം നടത്തി. രാഷ്ട്രദീപിക ഡയറക്ടർ റവറൻ ഡോക്ടർ തോമസ് പോത്തനാമൊഴി, CCO ഫാദർ ജിനോ പുന്നമറ്റത്തിൽ, DCL കൊച്ചേട്ടൻ ഫാദർ റോയ് കണ്ണഞ്ചിറ, ദീപിക കൊച്ചി റെസിഡന്റ് മാനേജർ ഫാദർ ജോസഫ് കൊളുത്തുവള്ളി, ഹോളി മാഗി ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, DFC കോതമംഗലം രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം, ഫാദർ ജോർജ് മാന്തോട്ടം, DFC സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് ഏനാനിക്കൽ, കോതമംഗലം രൂപത പ്രസിഡന്റ് ദിഗോൾ കൊളമ്പേൽ എന്നിവർ സംസാരിച്ചു. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് NC റോഡിന് അഭിമുഖമായി മമ്മിക്കുട്ടി ബിൽഡിംഗ്സിലാണ് നവീകരിച്ച ദീപിക ഓഫീസ് പ്രവർത്തിക്കുക. KP തോമസ് ഇടുക്കി ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം മാർച്ച് 3 നാടിന് സമർപ്പിച്ചു. കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. MM മണി MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഇടുക്കി ജില്ലയുടെ കായിക കുതിപ്പിന് ഗതിവേഗം പകരുന്നതിന് ദ്രോണാചാര്യ KP തോമസ് മാഷിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ഇടുക്കി ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം മാർച്ച് 3 രാവിലെ 10:30 MM മണി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. 40 കോടി മുതൽ മുടക്കിൽ നെടുങ്കണ്ടം പച്ചടിയിൽ 5 ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 4 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, 12 ബാഡ്മിന്റൺ കോർട്ടുകൾ, 4 വോളിബോൾ കോർട്ടുകൾ, 3 ഹാൻഡ്ബോൾ കോർട്ടുകൾ, 300-ൽ പരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം, ഡോർമെട്രി ഉൾപ്പെടെ അത്ലറ്റുകൾക്കും ഒഫീഷ്യൽസിനും താമസ സൗകര്യം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ്രോണാചാര്യ KP തോമസ് മാഷ് ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം നെടുങ്കണ്ടത്തിൻ്റെ ഉദ്ഘാടനം മാർച്ച് 3 രാവിലെ 10:00 നടക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ കായിക കുതിപ്പിന് ഗതിവേഗം പകരുന്നതിന്
ദ്രോണാചാര്യ KP തോമസ് മാഷിൻ്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം 2026 മാർച്ച് മാസം 3-ാം തീയതി രാവിലെ 10:30 ബഹുമാന്യായ ഉടുമ്പൻചോല MLA MM മണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. നെടുങ്കണ്ടത്ത് 400 മീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് ട്രാക്ക്, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ ഫീൽഡ് എന്നിവയ്ക്കൊപ്പം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം കൂടി സജ്ജമാകുന്നതോടെ നെടുങ്കണ്ടം ഇടുക്കി ജില്ലയുടെ കായിക ഹബ്ബായി മാറുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, സ്വാഗത സംഘം ചെയർമാൻ ഷിഹാബ് ഈട്ടിക്കൽ, ജനറൽ സെക്രട്ടറി TM ജോൺ, ശ്യാമള വിശ്വനാഥൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ കാർഷിക വികസന ബാങ്കിനെതിരെ കുത്തിയിരിപ്പ് സമരവുമായി മുൻ ജീവനക്കാരി. ഒരു ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടാവുകയും അതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ യാതൊരു വിധത്തിലുള്ള നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിട്ടതായി KK അംബിക പറഞ്ഞു. 12 വർഷം പാർട്ട് ടൈമായും 9 വർഷം സ്ഥിരം ജീവനക്കാരിയുമായിരുന്നു അംബിക. പിരിച്ചുവിട്ടതിനു ശേഷം തന്റെ അനുവാദമോ സമ്മതവും കൂടാതെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും പിൻവലിച്ചതായി അംബിക തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇവരുടെ പെൻഷന്റെയും ഗ്രാറ്റുവിറ്റിയുടെയും തുക ലോണിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തതെന്നാണ് ബാങ്ക് നൽകുന്ന വിശദീകരണം. ഞാനിവിടെ 12 വർഷമായിട്ട് ഡെയിലി വേസിനും 11 വർഷമായിട്ട് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് അങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 2023 ഞാനൊരു പരാതി കൊടുത്തു. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായ ഒരു ജീവനക്കാരൻ, അങ്ങനെ തന്നെ പറയട്ടെ, ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള ഭരണസമിതിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ജീവനക്കാരൻ എനിക്കെതിരെ മോശമായുള്ള അനുഭവങ്ങളായിരുന്നു ഇവിടെ വെച്ച് തന്നതിന്. ആദ്യമേ ഞാനിവിടെ ഭരണസമിതി ഇവിടെ സെക്സ്വൽ ഹറാസ്മെൻറ്റ് സെല്ലിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവനെ ബ്രാഞ്ചിൽ വിടുകയും എന്നെ ഇവിടെ നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങളെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വിട്ടു. അവിടെ വെച്ചും എനിക്ക് മോശമായ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഇവിടെ നീതി കിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. ഒത്തിരി താമസിക്കാതെ ഞാൻ പോലീസിൽ ഓഗസ്റ്റ് 10-ാം തീയതി പരാതി കൊടുത്തു. 16-ാം തീയതി എന്നെ ഇവിടെ മൊഴിയെടുക്കാനായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു. ആ മൊഴിയെടുത്തപ്പോൾ ബാങ്കിൽ അറിഞ്ഞപ്പോൾ 20-ാം തീയതി സസ്പെൻഷൻ ലെറ്റർ തന്നു എനിക്ക്. അതിന് മുന്നേ തരേണ്ട പ്രൊസീജിയറുകൾ പോലും ഇവർ ചെയ്തില്ല. അതായത് തരേണ്ടത് മമ്മ തരണമായിരുന്നു. അത് സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മമ്മ കയ്യിൽ കിട്ടിയത്. അന്നേരം ഞാൻ എന്നെ കേൾക്കാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ അതുപോലും കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഡൊമസ്റ്റിക് എൻക്വയറി നടത്തി. അത് കഴിഞ്ഞ് അത് അവരെ തന്നെ ബാങ്കിൻ്റെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല. അതിനെതിരെ ഞാൻ ലേബർ ഓഫീസിൽ, ജില്ലാ ലേബർ ഓഫീസിൽ പരാതി കൊടുത്തു. ആ പരാതി അവിടെയും 3-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇവർ 3 പ്രാവശ്യം വന്നില്ല. 4-ാമത്തെ പ്രാവശ്യം കൃത്യമായിട്ട് ഇവിടെ നോട്ടീസ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് മുഖേനയാണ് ഇവർ വന്നത്. അവരവിടെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിലേക്ക് വിട്ടേക്കട്ടെ എന്ന് ലേബർ ഓഫീസിൽ പറഞ്ഞപ്പോൾ എനിക്ക് കോടതി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ കോടതിയിൽ കേസ് നടക്കുക. 27-ാം തീയതി മാർച്ച് 27-ാം തീയതി കോടതി സിറ്റിങ്ങും വിളിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ PF-ഉം പെൻഷനും എല്ലാം വിഡ്രോ ചെയ്തെന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടി. എനിക്കത് കൃത്യമായി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ഭരണസമിതിക്ക് വെച്ചിട്ട് തരാമെന്ന് എന്നോട് പറഞ്ഞു. അത് തന്നില്ല. രണ്ടാമത് ഭരണസമിതി കഴിഞ്ഞ് വന്നപ്പോൾ അവർ വ്യക്തമല്ലാത്ത ഒഴിവഴിവുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ എന്നെ ഒഴിവാക്കി വിടുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒഴിവാക്കി വിടുമ്പോൾ എനിക്ക് എൻ്റെ സംശയം എനിക്ക് ബലപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം, ഇല്ലെങ്കിൽ എനിക്ക് നിയമപ്രകാരമായിട്ട് പോകാൻ എനിക്ക് അതിൻ്റെ രേഖകൾ എനിക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ഞാൻ 2.5 വർഷമായിട്ട് വീട്ടിൽ തന്നെ 40-45 വയസ്സുണ്ട്. വേറെ ജോലി കിട്ടാൻ സാധ്യതയില്ല. ഈ ജോലിയിൽ തന്നെയാണ് എൻ്റെ കുടുംബം നടന്നു പോയിക്കൊണ്ടിരുന്നത്. മക്കൾ പഠിച്ചിറങ്ങിയിട്ടുള്ള അവർക്ക് സ്ഥിര വരുമാനമായിട്ടൊന്നുമില്ല. ചെറിയ ശമ്പളത്തിലൊക്കെ അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം നടന്നു പോകുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ സ്ഥിര വരുമാനമൊന്നുമില്ല. അദ്ദേഹം ഒരു പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റാണെങ്കിൽ കായികാധ്വാനത്തോടു കൂടിയുള്ള ഒരു ജോലി ചെയ്യാനൊന്നും ആരോഗ്യ അദ്ദേഹത്തിനും ഇല്ല. ഇങ്ങനെയുള്ള ഒരു കുടുംബമാണ്. എനിക്ക് നീതി കിട്ടണം, അത്രയേ ഉള്ളൂ. അന്തർദേശീയ നീന്തൽ താരം ബേബി വർഗീസിന് സ്വീകരണം നൽകുകയും അർജുൻ ബാബുവിനെ ആദരിക്കുകയും ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു.
കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജയൻ കുന്നുംപുറത്ത് സ്വാഗതം പറഞ്ഞു. അബുദാബിയിൽ വെച്ച് നടന്ന അന്തർദേശീയ നീന്തൽ മത്സരത്തിൽ 5 മെഡലുകൾ നേടിയ ബേബി വർഗീസിന് സ്വീകരണം നൽകുകയും തൊടുപുഴയാറ്റിൽ മണക്കാട് ഭാഗത്ത് ശക്തമായ ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നിന്നും നീന്തൽ അഭ്യസിച്ച അർജുൻ ബാബുവിനെ ആദരിക്കുകയും ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ആദരവ് നൽകി. നീന്തലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കണം. പക്ഷെ അതിന് നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ, നമ്മുടെ സിലബസിൽ തന്നെ, ബേബി വർഗീസിന് അതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ പറയാൻ കാണുമല്ലോ അല്ലേ? നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ അത് മാതാപിതാക്കളിൽ നിന്നും ഒക്കെ PTA-യിൽ നിന്നും ഒക്കെ ഉള്ള ഒരു വലിയ ആവശ്യമായിട്ട് വരണം. നടത്തിയതിന് രണ്ടുപേരെയും, ബഹുമാനപ്പെട്ട ബേബി വർഗീസിനെ, ബഹുമാനപ്പെട്ട അർജുൻ ബാബുവിനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്കിനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് കുഞ്ഞുങ്ങളോ അല്ലെ പ്രായം ചെന്നവരോ വെള്ളത്തിലേക്ക് അപകടകരമായ നിലയിലേക്ക് പോകുവാനുള്ള എന്താ പറയുന്ന അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാം. സ്കൂളുകളിൽ ഇത് പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും അഭിസംബോധന ചെയ്യാത്തതാകട്ടെ, സമയപരിമിതി മൂലമാണ് ഞാൻ താമസിച്ചിട്ട് വന്നിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇവരെ അഭിനന്ദിക്കാൻ കൂടി ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു. നന്ദി. ഇങ്ങനെയൊരു ജീവൻ രക്ഷാ പ്രവർത്തനം ചെയ്യുകയും അതിന് ഇപ്പം എനിക്ക് 30 വയസ്സായി. ഈ 30 വയസ്സ് കാലഘട്ടത്തിൽ ഒരു സ്വപ്നമായി പോലും ഞാൻ ഈ ഇൻസിഡൻറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലും എനിക്കൊരു പ്രചോദനമാവാൻ സാധിച്ചത് എൻ്റെ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് നീന്തലിൻ്റെ ഏടുകളാണ്. അപ്പോൾ സർവേശ്വരനോട് നന്ദി പറയുന്നതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ ഗുരുനാഥനെ ബേബി സാറിനും ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജയൻ കുന്നുംപുറത്ത് സ്വാഗതം ആശംസിച്ചു. ഇളന്തീശം ബ്ലോക്ക് അംഗം ലാലു ജോസഫ്, വാർഡംഗങ്ങളായ ജോർലി റോബിൻ, കൊച്ചുറാണി ഫ്രാൻസിസ്, ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ജോസഫ്, സെക്രട്ടറി അലൻ ബേബി, ഡോക്ടർ പ്രിൻസ് കെ മറ്റം, സൈദൻ സ്റ്റീഫൻ, KV ദേവസ്യ, ജെയ്സൺ ജോസഫ്, ജോസ് ഊരക്കാട്, N രവീന്ദ്രൻ, റെജി പി തോമസ്, വിനോദ് വിൻസൻ, VU മാത്യു തുടങ്ങി ജില്ലയിലെ കായിക മേഖലയിലെ പ്രമുഖർ ആശംസകൾ നേർന്നു. ഒരു വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ച അർജുനെ, അതുപോലെ അർജുൻ അത് പറഞ്ഞു കൊണ്ടവരുടെ അക്വാറ്റിക് സെൻ്ററുണ്ട്. സാധാരണ പഠിച്ചു വന്ന കുട്ടികളൊന്നും ആ സെൻറ്ററിൻ്റെ പേരൊന്നും പറയാറൊന്നുമില്ല. അർജുൻ അത് എടുത്തു പറഞ്ഞു. അപ്പം അതെനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു, എന്നെ വിളിച്ചവരോട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ അർജുന് നല്ലൊരു സ്വീകരണം നമ്മുടെ അക്വാറ്റിക് സെൻ്ററിൽ കൊടുക്കണം. അത് അല്പം നീണ്ടുപോയി, എങ്കിലും അർജുന് നല്ല രീതിയിലൊരു സ്വീകരണം കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അർജുന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതിയുടെ അവാർഡിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. അപ്പോൾ അർജുന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത, ഇവിടെ എത്തിയ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്. അവരെ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. കായിക സംഘടനാ ഭാരവാഹികളുടെ ഇൻ്റർനാഷണൽ താരങ്ങൾ ഒക്കെയുണ്ട്. ഇവിടെ ഒളിമ്പ്യന്മാരെയൊക്കെ സൃഷ്ടിച്ച ആളുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടമറ്റം. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ജോയൽ നെല്ലിക്കുന്നിൽ രചിച്ച പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടത്തി. കൊല്ലം പ്രൗഢ ബുക്സ് പ്രസാദനം ചെയ്യുന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അടർന്നൊരാൾ എന്ന കഥാസമാഹാരത്തിന്റെ കവർ പ്രകാശനമാണ് നടത്തിയത്. ദീപിക വാഴക്കുളം ലേഖകൻ കൂടിയാണ് ജോയൽ നെല്ലിക്കുന്നിൽ. നിരവധി പ്രമുഖ വ്യക്തികളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് കവർ പ്രകാശനം നടത്തിയത്. DCL ദേശീയ ഡയറക്ടർ കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ, തിരക്കഥാകൃത്തും സംവിധായകനും അഭിനേതാവുമായ
എലിക്കുളം ജയകുമാർ, ബഹ്റിനിലെ ചൈന നാഷണൽ ഇലക്ട്രിക്കൽ കമ്പനി ഡയറക്ടറും പ്രഭാഷകരും സാംസ്കാരിക പ്രവർത്തകനുമായ സജി മാർക്കോസ്, വാഴക്കുളം മെഡോറ മ്യൂസിക് അക്കാദമി ഡയറക്ടറും സംഗീത സംവിധായകനും ഗായകനുമായ RLB റഷീദ് മുഹമ്മദ്, അമേരിക്കയിലെ റൈറ്റേഴ്സ് ഫോറം കോർഡിനേറ്ററും തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ മാത്യു നെല്ലിക്കുന്ന്, നർത്തകിയും ഹുലാ ഹൂപ്പ് ആർട്ടിസ്റ്റുമായ സിനു കുര്യാക്കോസ്, ചലച്ചിത്ര ഷോർട്ട് ഫിലിം അഭിനേതാവ് ജോയി കൊടക്കത്താനം എന്നിവർ ചേർന്ന് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പുസ്തകത്തിന്റെ കവർ പ്രകാശനം നിർവഹിച്ചത്. ഒപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയ പ്രകാശനത്തിൽ പങ്കാളികളായി. സ്നേഹമുള്ളവരെ, ഞാൻ ജോയി വാഴക്കുളം. എൻ്റെ പ്രിയ സ്നേഹിതനും പത്രപ്രവർത്തകനും കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ ജോയൽ നെല്ലിക്കുന്നേലിൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അടർന്നൊരാൾ കൊല്ലം പ്രവത പബ്ലിക്കേഷൻസ് പ്രകാശനം ചെയ്യുകയാണ്. പ്രസ്തുത കഥാസമാഹാരത്തിൻ്റെ കവർ പ്രകാശനം നിർവഹിക്കുവാൻ, സോഷ്യൽ മീഡിയയിലൂടെ കവർ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അടർന്നൊരാൾ എന്ന ഈ കഥാസമാഹാരത്തിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും പ്രചാരവും നേരുന്നു. ശ്രീ ജോയൽ നെല്ലിക്കുന്നേലിന്റെ അതിമനോഹരമായ ഒരു കഥാസമാഹാരമാണ് ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അടർന്നൊരാൾ. അതിന്റെ കവർ പ്രകാശനം ചെയ്യുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റഷീദ് മുഹമ്മദ്. പത്രപ്രവർത്തകനും എഴുത്തുകാരനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ജോയൽ നെല്ലിക്കുന്നേൽ എഴുതിയ പുതിയ കഥാസമാഹാരം ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും അടർന്നൊരാൾ. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കവർ പ്രകാശനം സോഷ്യൽ മീഡിയയിലൂടെ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം. അതോടൊപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനും കഥാകൃത്തുമായ ശ്രീ ജോയൽ നെല്ലിക്കുന്നേലിൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അടർന്നൊരാൾ പുറത്തിറങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കവർ പ്രകാശനത്തിൽ പങ്കുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരും ഇത് വാങ്ങണം, വായിക്കണം. ജോയൽ നെല്ലിക്കുന്നേലിനും പ്രാവത ബുക്സിനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഉപായനം, ശത്രുക്കൾക്കൊപ്പം തീൻമേശയിൽ എന്നീ കഥാസമാഹാരങ്ങളുടെയും ഗൗതമന്റെ പ്രണയം, ചൂണ്ടുവിരൽ, ഒരു പ്രളയപേടകം എന്നീ നോവലുകളുടെയും ജ്വലിക്കുന്ന അതരങ്ങൾ എന്ന ലേഖന സമാഹാരത്തിന്റെയും രചയിതാവാണ് ദീപിക വാഴക്കുളം ലേഖകൻ കൂടിയായ ജോയൽ നെല്ലിക്കുന്നേൽ. നിക്ഷേപ സേവന രംഗത്ത് 39 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഷെയർ ബ്രോക്കിംഗ് കമ്പനിയായ ജിയോജിത്തിന്റെ പുതിയ ശാഖ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജിയോജിത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ RG രഞ്ജിത്ത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജിയോജിത്ത് ഇക്വിറ്റി സെയിൽസ് ഹെഡ് സനിൽ K മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ മുൻനിര നിക്ഷേപ സേവന സ്ഥാപനമായ ജിയോജിത്തിന്റെ പുതിയ ശാഖ തൊടുപുഴയിൽ മങ്ങാട്ടുകവല ആഷിക് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. ജിയോജിത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ RG രഞ്ജിത്ത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജിയോജിത്ത് ഇക്വിറ്റി സെയിൽസ് ഹെഡ് സനിൽ K മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കമ്പനിയുടെ സൗത്ത് കേരള ഹെഡ് മനോജ് NG, കൊച്ചി റീജിയണൽ മാനേജർ സുനിത ജോൺ എന്നിവർ സംസാരിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. നിക്ഷേപ സേവന രംഗത്ത് 39 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജിയോജിത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഷെയർ ബ്രോക്കിംഗ് കമ്പനിയാണ്. KSIDC ജിയോജിത്തിന്റെ പ്രധാന ഓഹരി ഉടമകളിൽ ഒന്നാണ്. CJ ജോർജ് ആണ് ജിയോജിത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, കടപ്പത്രങ്ങൾ, കമ്മോഡിറ്റി ആൻഡ് കറൻസി ഡെറിവേറ്റീവ്സ്, ഗോൾഡ് ബോണ്ടുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നിവയിലുള്ള നിക്ഷേപ സേവനങ്ങൾക്ക് പുറമെ ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ബോണ്ട് എന്നിവയിലുള്ള നിക്ഷേപങ്ങൾക്കുമേൽ വായ്പ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സേവനങ്ങൾ, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് തുടങ്ങി വൈവിധ്യമാർന്ന ധനകാര്യ സേവനങ്ങൾ പുതിയ ശാഖയിൽ ലഭ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻഗണന നൽകി വാരപ്പട്ടി പഞ്ചായത്ത് ബജറ്റ്. വൃത്തിയുള്ള വാരപ്പട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണത്തിനായി MCF നിർമ്മാണത്തിനായി 62 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക ആരോഗ്യ മേഖലകൾക്കും റോഡുകൾക്കും തുക വകയിരുത്തി. വൈസ് പ്രസിഡന്റ് PA യൂസഫാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻഗണന നൽകി വാരപ്പെട്ടി പഞ്ചായത്ത് ബജറ്റ്. വൃത്തിയുള്ള വാരപ്പെട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണത്തിനായി MCF നിർമ്മാണത്തിനായി 62 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക ആരോഗ്യ മേഖലകൾക്കും റോഡുകൾക്കും തുക വകയിരുത്തി. ചെറുകിട നാമമാത്ര കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. കാർഷിക മേഖലയിൽ പുരിയിട കൃഷി, നെൽകൃഷി, ക്ഷീര കർഷകർക്ക് പാൽ ഇൻസെന്റീവ്, കാലിത്തീറ്റ സബ്സിഡി, കാലിത്തീറ്റ, കോഴി വളർത്തൽ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. തന്വർഷം നമുക്ക് വരുന്നത് 24,77,60,852 രൂപയാണ് നമ്മൾ ഈ വർഷം നമ്മൾ പഞ്ചായത്തിലേക്ക് വരവായി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ 25,55,61,279 രൂപയാണ് ആകെ വരുന്നത്. ഈ വർഷം 2026-27 വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് 24,58,39,459 രൂപയാണ് നാം പ്രതീക്ഷിക്കുന്ന ചെലവ്. ഇതൊരു മിച്ച ബഡ്ജറ്റാണ്. 92,21,827 രൂപ നമ്മൾ സാമ്പത്തിക വർഷാവസാനം നീക്കി ബാക്കി പ്രതീക്ഷിക്കുന്നു. ഇതാണ് ബഡ്ജറ്റിന്റെ ഒരു ആകെ രൂപം. കൃഷിയും അനുബന്ധ ചെലവുകളും മൃഗ സംരക്ഷണവും 50,50,000 രൂപ. ഭവന നിർമ്മാണം 2 കോടി രൂപ. ആരോഗ്യ മേഖല 30 ലക്ഷം. റോഡുകൾ 2,25,00,000 രൂപ. ഭവന നിർമ്മാണത്തിന് 2 കോടി, കുടിവെള്ള പദ്ധതി 1,80 ലക്ഷം, ശുചിത്വത്തിന് 2.25 കോടി, കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും 50,50,000, റോഡുകൾക്ക് 2,25 ലക്ഷം, ആരോഗ്യ മേഖലയ്ക്ക് 30 ലക്ഷം, അംഗൻവാടി, പോഷകാഹാരം എന്നിവയ്ക്ക് 25 ലക്ഷം, MCF 62 ലക്ഷം, ലൈഫ് ഭൂരഹിതർക്ക് ഭൂമി വാങ്ങുവാൻ 22 ലക്ഷം എന്നിവയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ വരവ് 25,61,61,279 രൂപയും ആകെ ചെലവ് 24,58,39,452 രൂപയുമാണ്. 452 രൂപയും നീക്കി ബാക്കിയായി 92,21,827 രൂപയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PA യൂസഫ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് ബജറ്റിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. അഫ്സൽ രാജ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അനുബന്ധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സെന്റ് മേരീസ് ഗ്ലാസ് ഹൗസ് കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ആശീർവാദം നിർവഹിച്ചു. മൾട്ടിവുഡ്, പ്ലൈവുഡ്, വി ബോർഡ്, കാർഡ്ബോർഡ്, അലുമിനിയം ഫാബ്രിക്സ്, ടാറ്റ സ്റ്റീൽ, കട്ടിള, ജനാല, എല്ലാത്തരം ഗ്ലാസുകൾ എന്നിവ മിതമായ വിലയിൽ മികച്ച ഗുണമേന്മയിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാവിധ വാണിജ്യ ഗാർഹിക ആവശ്യങ്ങൾക്കും ഇന്റീരിയർ എക്സ്റ്റീരിയർ നിർമ്മിതാക്കൾക്കും അനുയോജ്യമായ മൾട്ടിവുഡ്, പ്ലൈവുഡ്, വി ബോർഡ്, കാർഡ്ബോർഡ്, അലുമിനിയം ഫാബ്രിക്സ്, ടാറ്റ സ്റ്റീൽ, കട്ടിള, ജനാല, എല്ലാത്തരം ഗ്ലാസുകൾ, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി സെന്റ് മേരീസ് ഗ്ലാസ് ഹൗസ് കരിമണ്ണൂർ തൊടുപുഴ റൂട്ടിൽ മഠത്തിന് സമീപം നടപ്പുഴയ്ക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ആശീർവാദം നിർവഹിച്ചു.
ചടങ്ങിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് VJ ചെറിയാൻ, വാർഡ് മെമ്പർ ജോസ്മി സോജൻ ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. അനുദിനം മാറുന്ന ഹാർഡ്വെയർ, ഇന്റീരിയർ, ഗ്ലാസ് വിപണിയിൽ പ്രീമിയം ക്വാളിറ്റി ഗ്ലാസ്, അലുമിനിയം, PVC, സ്റ്റീൽ ഡോർ, ലോക്സ്, വിൻഡോസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, മൈക്ക, വീവോഡ്, കാർഡ്ബോർഡ് എന്നിവ മിതമായ വിലയിൽ മികച്ച ഗുണമേന്മയിൽ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഈ സ്ഥാപനത്തിൽ ലോക്കുകൾ, മൾട്ടിവുഡ്, കാർഡ്ബോർഡുകൾ, വീബോർഡ്, പിന്നെ എല്ലാവിധ വിജാഗരി അങ്ങനെയുള്ള ഐറ്റങ്ങൾ, ഗുണമേന്മയുള്ള കമ്പനിയുടെ ലാമ പോലെയുള്ള കമ്പനികളുടെ സാധനങ്ങൾ, മൾട്ടിവുഡ്, ജോൺസൺ മൾട്ടിവുഡുകളാണ് ഞങ്ങളിവിടെ വിൽക്കുന്നത്. അത് വളരെ മിതമായ 20 to 40% വില കുറച്ചാണ് ഇവിടെ വിൽക്കുന്നത്. ഇതിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ സാമൂഹ്യ വിരുദ്ധ ചേർന്ന് നായയെ തല്ലിക്കൊന്നിട്ടു. പള്ളിവാസൽ കുരിശുപാറയിലാണ് സംഭവം. വത്സമ്മ എന്ന സ്ത്രീയുടെ വീട്ടിലെ കിണറ്റിലാണ് നായയെ തല്ലിക്കൊന്ന് ഉപേക്ഷിച്ചത്. നായയുടെ വാല് ഓസിൽ ചേർത്ത് വെച്ച് കമ്പുകൊണ്ട് കെട്ടി കിണറ്റിൽ താഴ്ത്തുകയായിരുന്നു. ഈ വിവരം അറിയാതിരുന്ന വീട്ടുകാർ ദിവസങ്ങളോളം നായ ചത്ത് അഴുകി കിടന്ന വെള്ളമാണ് ഉപയോഗിച്ചത്. 2 കുടുംബങ്ങളാണ് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടു. കൂടാതെ പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു. DCL തൊടുപുഴ പ്രവിശ്യയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് PT തോമസ് പൈനാൽ സ്മാരക പ്രഭാഷണം നടത്തി. കൂത്താട്ടുകുളം ഇൻഫന്റ് ജീസസ് EMHSൽ ചേർന്ന യോഗം പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം KJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. DCL ദേശീയ ഡയറക്ടർ കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ടഞ്ചിറ CMI അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ ലോക്കൽ മാനേജർ മദർ സുപ്പീരിയർ സിസ്റ്റർ ടീന ഏറൻകേരിൽ അധ്യക്ഷത വഹിച്ചു. DCL തൊടുപുഴ പ്രവിശ്യയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് PT തോമസ് പൈനാൽ സ്മാരക പ്രഭാഷണം നടത്തി. കൂത്താട്ടുകുളം ഇൻഫന്റ് ജീസസ് EMHSൽ ചേർന്ന യോഗം പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം KJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും വിദ്യാർത്ഥികളുടെ കുടുംബ ബന്ധങ്ങളും എന്ന വിഷയത്തിൽ DCL ദേശീയ ഡയറക്ടർ കൊച്ചേട്ടൻ ഫാദർ റോയി കണഞ്ചിറ CMI സ്മാരക പ്രഭാഷണം നടത്തി. സ്കൂൾ ലോക്കൽ മാനേജർ മദർ സുപ്പീരിയർ സിസ്റ്റർ ടീന ഏറൻകേരിൽ അധ്യക്ഷത വഹിച്ചു. പ്രവിശ്യ കോർഡിനേറ്റർ റോയ് ജെ കളറിങ്ങാട്ട്, PTA പ്രസിഡന്റ് ബൈജു ജെയിംസ്, വിൻസെന്റ് മാത്യു, DCL മേഖലാ ജനറൽ സെക്രട്ടറി ശാന്തിനി R, ശാഖാ ഡയറക്ടർ റിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടിശ്ശേരി ഡാം കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 3 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ദീപിക മലയാള ഭാഷയുടെ അക്ഷര സാഫല്യമെന്ന് മൂവാറ്റുപുഴ ബിഷപ്പ് മാർ തെയോഡോഷ്യസ്. ദീപിക 139ാമത് വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KP തോമസ് ഇടുക്കി ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം മാർച്ച് 3 നാടിന് സമർപ്പിക്കും. കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. അന്തർദേശീയ നീന്തൽ താരം ബേബി വർഗീസിന് സ്വീകരണം നൽകുകയും അർജുൻ ബാബുവിനെ ആദരിക്കുകയും ചെയ്തു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.